ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അത് എത്രമാത്രം ആവശ്യമാണെന്ന് ഈ ധ്യാനത്തിലൂടെയാണ് ബോധ്യമായത്. പ്രത്യേകിച്ച് നമ്മൾ പാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പാപത്തെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അതൊരു വലിയൊരു ചിന്തയായിരുന്നു. പാപത്തെക്കുറിച്ചല്ല, നമ്മളതിലും കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപയെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ഒരു പ്രചോദനം. പിന്നെ കൃപ എന്തെന്നുള്ളത് അത് വളരെ മനോഹരമായിട്ട് ആ ഒരു സന്ദേശം മനസ്സിൽ പതിഞ്ഞു. പിന്നെ ഒരു പ്രത്യേക കാര്യം ബ്രദർ സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മൾ മിഷനിലൊക്കെ അച്ഛന്മാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓടി നടക്കുന്നവരാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, നമ്മളിലൂടെ കർത്താവിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് സമയം കൊടുക്കുന്നതിലാണ് വലിയ കാര്യം. അത് വളരെ വലിയൊരു ചിന്തയാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒത്തിരി സമയം അങ്ങനെ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വാശി കൊണ്ട്. അതല്ലാതെ ശാന്തമായിരുന്ന് കർത്താവിനെ പ്രവർത്തിക്കാനായിട്ട് സമയം കൊടുക്കുക എന്നുള്ളത് വലിയൊരു ചിന്തയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എൽഷദ്ദ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ സ്വയം ഫീൽ ചെയ്ത് ബ്രദറിൻ്റെ ആ ക്ലാസ്സിൻ്റെ സമയത്താണ് ആ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലിയതാണെന്നുള്ളത്. അതൊരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് പുറകെ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് പുറകെ മനുഷ്യൻ പായുന്നത് അവൻ സ്വയം നിർത്തും എന്നുള്ള ഒരു ബോധ്യമുണ്ട്. കാരണം ദൈവത്തിൻ്റെ മഹത്വം അറിയുമ്പോഴാണ് ബാക്കിയുള്ളതിൻ്റെ നിസ്സാരത പൗലോസ് അപ്പോസ്തലന് ബോധ്യപ്പെട്ട പോലെ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ചിന്ത കൂടി ഈ ധ്യാനത്തിൽ കിട്ടി. ഇനിയും കൂടുതൽ ചിന്തകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ദൈവത്തിന് നന്ദി പറയുന്നു. Thank you very much. Thank you.